നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോർ ഡിവിസിബിലിറ്റി റൂൾസ് അല്ലേ നോക്കിയേ? എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഒരു 4 റൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ, if a number is divisible by another number, then it is divisible by each of the factors of that number. ഒരു നമ്പർ വേറൊരു നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിന്റെ ഫാക്ടേഴ്സ് കൊണ്ടും ഡിവൈഡ് ചെയ്യാം. Second rule, if a number is divisible by two co-prime numbers, then it is also divisible by the product. ഒരു നമ്പറിനെ രണ്ട് കോപ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അത് മനസ്സിലാക്കാൻ നമ്മൾ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഡിവിസിബിലിറ്റി 6ന്റെ നോക്കിയാൽ മതി. 6ന്റെ ടെസ്റ്റ് ഡിവിസിബിലിറ്റി എങ്ങനെ വരുന്നത്? 2നെയും 3നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അതല്ലേ ഡിവിസിബിലിറ്റി ടെസ്റ്റ് വരുന്നത് 6ന്റെ. 2ഉം 3ഉം കോപ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ? 2നെ കൊണ്ടും 3നെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 2ന്റെയും 3ന്റെയും പ്രൊഡക്റ്റ് ആയ 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞ ഈ റൂൾ. നെക്സ്റ്റ് തേർഡ് വൺ, if two given numbers are divisible by a number, then their sum is also divisible by that number. രണ്ട് നമ്പേഴ്സിനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിന്റെ സമ്മിനെയും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 8 + 4 12നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് തേർഡ് റൂൾ പറയുന്നത്. Next, fourth one, if two given numbers are divisible by a number, then the difference is also divisible by that number. രണ്ട് നമ്പേഴ്സിനെ ഏതെങ്കിലും ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസിനെയും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ഫോർത്ത് റൂൾ. ഇനി അതിൽ ചെറിയ രണ്ട് ടോപ്പിക് കൂടി ഉണ്ട്. To find prime numbers between 1 and 200. 1ന്റെയും 200ന്റെയും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ, അതായത് 200ന് താഴെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് അത് പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ റൂള് മാത്രം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. The given number between 1 and 200 will be a prime number if it is not divisible by any prime less than 15. Page number 50. പേജ് നമ്പർ 50 ഒരു റൂള് കൊടുത്തിട്ടുണ്ട്. 200ന്റെയും 1ന്റെയും 200ന്റെയും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു 200ന് താഴെയുള്ള ഒരു നമ്പർ തന്നിട്ട് അത് പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 15ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, 15ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതാ? 2, 3, 5, 7, 11, 15 അല്ലേ? 11, 13. ഇത്രയും നമ്പേഴ്സ് കൊണ്ട് ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആയിരിക്കും. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. 50 പേജ് നമ്പർ 50 ആ റൂൾ. ഫസ്റ്റ് സെക്കൻഡ് ലൈൻ റൂൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. The given number between 1 and 200 will be a prime if it is not divisible by any prime less than 15. 15ന് താഴെയുള്ള ഏതെങ്കിലും ഒരു ഏത് പ്രൈം നമ്പറിനെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഒരു പ്രൈം നമ്പർ ആയിരിക്കും. നെക്സ്റ്റ്, to find prime numbers between 1 and 400. 1ന്റെയും 400ന്റെയും ഇടയിലുള്ള
പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ അവിടെ ഒരു റൂൾ കൊടുത്തിട്ടുണ്ട്. The given number between 1 and 400 will be a prime if it is not divisible by any prime number less than 20. 20 താഴെയുള്ള ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും? ഒരു പ്രൈം നമ്പർ ആയിരിക്കും. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ ഈ രണ്ട് റൂളും? കുഴപ്പമില്ല, അതങ്ങ് വിട്ടേക്ക്. അതങ്ങനെ പ്രോബ്ലം ആയിട്ടൊന്നും വരില്ല. ജസ്റ്റ് അവിടെ റൂൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ആ റൂൾസ് കഴിഞ്ഞിട്ട് കുറെ സോൾവ്ഡ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആ റൂൾസ് നിങ്ങൾ നോക്കണമെന്നില്ല, അത് ജസ്റ്റ് അവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രൈം നമ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് റൂള് കൊടുത്തു എന്നേ ഉള്ളൂ. അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. മനസ്സിലാവുന്നില്ലെങ്കിൽ അതങ്ങ് വിട്ടേക്ക്. പിന്നെ സോൾവ്ഡ് എക്സാമ്പിൾസ് കുറെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഓരോന്നോരോന്നായിട്ട് നോക്കുക. ഓക്കെ, ഓക്കെ. സോൾവ്ഡ് എക്സാമ്പിൾസ് നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കുക. കിട്ടാത്ത ഏതാന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. അതിൽ തന്നെ ആൻസറും അതിന്റെ ഡിസ്ക്രിപ്ഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കാം കേട്ടോ. അടുത്തത് പേജ് നമ്പർ 55-ല് കോമൺ ഫാക്ടേഴ്സും കോമൺ മൾട്ടിപ്പിൾസും കൊടുത്തിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടാവല്ലോ കോമൺ ഫാക്ടേഴ്സും കോമൺ മൾട്ടിപ്പിൾസും. LCMും HCF ഒക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ. പഠിച്ചിട്ടുണ്ടോ? ഹയസ്റ്റ് കോമൺ ഫാക്ടറും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. എന്താ HCF LCM? ആരാ പറഞ്ഞിരുന്നേ? ആരാ പറഞ്ഞിരുന്നേ? ആരാ പറഞ്ഞിരുന്നേ? LCM എന്താ HCF എന്താ? കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം ഒക്കെ പഠിച്ചതായിരിക്കും. എന്താ ഹരി? അറിയില്ല. ഇല്ല. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. എന്താ ജുവാന? പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തോ. നിങ്ങൾക്ക് തന്നെ ഓപ്ഷൻ തരാം അൺമ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, വിളിക്കുമ്പോൾ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. പറഞ്ഞോ. കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഫാക്ടേഴ്സിൽ ഏറ്റവും ഹൈയസ്റ്റ് അല്ലേ? തന്നിരിക്കുന്ന ഫാക്ടേഴ്സിലാണ്. അതല്ല, നമുക്കൊരു നമ്പർ തന്നാൽ അതിന്റെ നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സിൽ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ളതല്ലേ? അതല്ല, അതിനിടയ്ക്ക് ഒരു കോമൺ എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നുണ്ട്. ഹയസ്റ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ ഓക്കെ, തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സിൽ ഏറ്റവും വലുത്. അതിനിടയ്ക്ക് സി കോമൺ എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നുണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് തന്നിരിക്കുന്ന ഒരു കുറച്ച് നമ്പേഴ്സ് ഇല്ലേ, അതിന്റെ ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോ ആ നമ്പേഴ്സിലെല്ലാം വരുന്ന കോമൺ ഹൈയസ്റ്റ് ഫാക്ടർ. കോമൺ ആയിട്ട് രണ്ടിലും വരുന്ന കോമൺ ആയിട്ടുള്ള ഏറ്റവും ഹൈയസ്റ്റ്. അത് തന്നെ. അതായത് രണ്ടോ അതിലധികമോ നമ്പേഴ്സ് നമ്മൾ എടുത്തിട്ട് അതിന്റെ ഫാക്ടേഴ്സ് എല്ലാം എഴുതിയാല്, ഫാക്ടേഴ്സ് എല്ലാം നോക്കുമ്പോ അതിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിൽ ഏറ്റവും വലുതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് എടുക്കാം. 10ന്റെ ഫാക്ടേഴ്സ്. ടെന്നിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 5, 10 അല്ലേ? ഇനി 25ന്റെ ഫാക്ടേഴ്സ്. 25ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1, 5,
25. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1ഉം 5ഉം. 1ഉം 5ഉം ആണ് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ്. അതായത് രണ്ടിലും വരുന്ന ഫാക്ടേഴ്സ് കോമൺ factors are 1 and 5. ഇനി 1ഉം 5ഉം വെച്ച് നോക്കിയാൽ ഏറ്റവും വലുത് ഏതായിരിക്കും? അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. 1ലും 5ലും വെച്ചിട്ട് ഏറ്റവും വലുത് ഏതാ? അതാണ് HCF. It is 5. 25ന്റെയും 10ന്റെയും ഫാക്ടേഴ്സ് നമ്മൾ എഴുതി. അതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് എഴുതി. എന്നിട്ട് എന്ത് നോക്കി? അതില് ആ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിൽ ഏറ്റവും വലുത് ഏതാണ്? അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. മനസ്സിലായോ? ഒരു എക്സാമ്പിളും കൂടി പറയാം. ഏതൊക്കെ നമ്പേഴ്സ് എടുക്കണ്ടേ? ഒരു നമ്പർ പറഞ്ഞേ, പെട്ടെന്ന് പറ. ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് ഒരു നമ്പർ പറ. 35 and 43. 35ഉം 43. നോക്കാലോ HCF ഉണ്ടോന്ന്. 35ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 3 ഇല്ല, 5 ഉണ്ട് അല്ലേ? 5 ഉണ്ട്, 7 ഉണ്ട്, പിന്നെ 35 ഉണ്ട്. ഇനി 43ന്റെ ഫാക്ടേഴ്സ് 1 ഉണ്ട്, 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല. നമുക്ക് 43 മാറ്റിട്ട് 42 ആക്കി കുഴപ്പമുണ്ടോ? നോ പ്രോബ്ലം. ഇല്ല. എന്നാ 42 ആക്കാം. കാരണം 43 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്. അതുകൊണ്ട് 1ഉം 43 മാത്രമേ ഫാക്ടർ ആയിട്ട് വരുള്ളൂ. 42 ആവുമ്പോ 1 ഉണ്ട് ഫാക്ടർ, 2 ഉണ്ട്, പിന്നെ ഏതാ? 3 വരും, 4 ഇല്ല, 5 ഇല്ല, 6 വരും, 7 വരും, 8 ഇല്ല, 9 ഇല്ല. 6ഉം 7ഉം കഴിഞ്ഞാല് 3 into 14. ഓക്കെ, 14 into 3 ആണ് 12, 42. പിന്നെ ഏതാ? 12 into 21, പിന്നെ 42. ഇത്രയും ഫാക്ടേഴ്സ് ആണ് 42ന് വരുന്നത്. ഏതൊക്കെ? 1, 2, 3, 6, 7, 14, 21, 42. ഇതില് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് 1 വരുന്നുണ്ട്, 7ഉം വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഏതൊക്കെയാ കോമൺ ഫാക്ടേഴ്സ്? Common factors are 1 and 7. ഇനി ഇതിനകത്ത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഏറ്റവും വലിയ ഫാക്ടർ ആയിട്ട് വരുന്നത് 7. 7. So we can say the highest common factor of 35 and 42 is 7. രണ്ട് നമ്പറിന്റെയും ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് എഴുതുന്നു. ഏതൊക്കെയാന്ന് നോക്കുന്നു. ആ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിൽ ഏറ്റവും വലുത് ഏതാന്ന് നോക്കുന്നു. അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇനി എന്താണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ? ആരാ പറയുന്നത്? എന്താ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ? ലീസ്റ്റ് എന്ന് വെച്ചാൽ ചെറുത്, കോമൺ എന്ന് വെച്ചാൽ പൊതുവായത്. വൺ പോലത്തെ കോമൺ ആയിട്ട് രണ്ടെണ്ണത്തിലും ഒരേപോലെ വരുന്ന നമ്പറില് ഏറ്റവും കുറവ്. എങ്ങനെ? ഏത് നമ്പേഴ്സിൽ? രണ്ട് നമ്പർ വന്നിട്ട് രണ്ടിന്റെ മൾട്ടിപ്പിൾസ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ. കറക്റ്റ്. ഇപ്പൊ നമ്മള് കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു അല്ലെ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. അതേപോലെ രണ്ട് നമ്പേഴ്സിന്റെ
LCM അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം അതിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ മൾട്ടിപ്പിൾസും കണ്ടുപിടിക്കാം. എക്സാമ്പിൾ പറയാം. ഇപ്പോ ഏതിന്റെയൊക്കെ 5ന്റെയും 6ന്റെയും 5ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, etc. അങ്ങനെ പോകും അല്ലേ? 5ന്റെ മൾട്ടിപ്പിൾസ് നമുക്ക് ഒരിക്കലും എഴുതിയാൽ അവസാനിക്കില്ല. എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം അല്ലെ? അതുപോലെ 6ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 6ന്റേത് 6, 12, 18, 24, 30, 36, 42, 48, 54, 60, 66, 72, etc. അങ്ങനെ പോകും. ഇനി ഇതില് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? കോമൺ ആയിട്ട് വരുന്നത് 30 വരുന്നുണ്ട്. 30 മാത്രമേ ഉള്ളൂ അല്ലെ? ഇനി ഇവിടെ 55 കഴിഞ്ഞിട്ട് 60 എഴുതുന്നുണ്ടെങ്കിൽ അതായത് 55 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്പർ നമ്മൾ 16 കൂടി എഴുതുകയാണെങ്കിൽ 16 കൂടി കോമൺ ആയിട്ട് വരും അല്ലെ? അപ്പൊ ഏതൊക്കെ 16 കൂടി അവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ. കോമൺ മൾട്ടിപ്പിൾസ് ഏതൊക്കെ? കോമൺ multiples are 30 and 60. ഇപ്പൊ നമ്മൾ എഴുതിയാൽ ഇത്രേ വരുന്നുള്ളൂ, 30 and 60. ഇതില് ഏറ്റവും ചെറുത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM ഏതാ വരുന്നത്? 30. അതായത് കോമൺ ഫാക്ടർ ആണെങ്കിൽ നമ്മൾ അതിൽ ഏറ്റവും വലുതിനെ കൺസിഡർ ചെയ്യും. കോമൺ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ അതിൽ ഏറ്റവും ചെറുതിനെ കൺസിഡർ ചെയ്യും. എന്തുകൊണ്ടാ കോമൺ ഫാക്ടർ ആവുമ്പോൾ ഏറ്റവും വലുതിനെയും കോമൺ മൾട്ടിപ്പിൾ ആവുമ്പോൾ ഏറ്റവും ചെറുതിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ റീസൺ? ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും എപ്പോഴും വരുന്നത് കോമൺ ആയിട്ട്. യെസ്, വെരി ഗുഡ്. കോമൺ മൾട്ടിപ്പിൾ ആവുമ്പോൾ ചെറുത് എന്തുകൊണ്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഹയസ്റ്റ് ഇല്ല, അത് അൺലിമിറ്റഡ് അല്ലേ, എൻഡിങ് ഇല്ലല്ലോ. അത് തന്നെ അതിന്റെ ആൻസർ. എന്താന്ന് വെച്ചാല് കോമൺ മൾട്ടിപ്പിൾ എന്ന് വെച്ചാല് എല്ലാ നമ്പറിലും 1 കോമൺ ആയിട്ട് വരും. ഏത് നമ്പറിന്റെ ഫാക്ടേഴ്സ് എഴുതിയാലും 1 എന്ന് പറയുന്ന നമ്പർ അതിന് കോമൺ ആയിട്ടുള്ള ഫാക്ടർ ആയിരിക്കും അല്ലെ? അപ്പൊ ഏത് നമ്പറിന്റെയും ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 1 വരുന്നത് കൊണ്ട് 1 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഹയസ്റ്റ് എടുക്കുന്നത്, ഏറ്റവും വലിയ കോമൺ ഫാക്ടർ. ഇനി ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസിന്റെ കേസിൽ ഏറ്റവും ചെറുതെടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മൾട്ടിപ്പിൾസ് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് നമുക്ക് അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും എഴുതാം. അപ്പൊ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറുത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഹയസ്റ്റ് കോമൺ ഫാക്ടറും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായോ? പഠിച്ചതല്ലേ മുന്നേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ആ പേജ് നമ്പർ 55-ല് രണ്ട് സോൾവ്ഡ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 15, 45, 100-ഉം. പേജ് നമ്പർ 55. പിന്നെ ഫൈൻഡ് ദ ഫസ്റ്റ് 2 കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 3, 4 and 8. രണ്ട് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ 23, 24. അത് എക്സ്പ്ലെയിൻ ചെയ്യണോ? ഒന്ന് നോക്കിയേ, ആ രണ്ട് പ്രോബ്ലം ഒന്ന് നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 15, 45, 100. 15ന്റെയും 45ന്റെയും 100ന്റെയും ഫാക്ടേഴ്സ് എഴുതിയിട്ട് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ. ബുദ്ധിമുട്ടില്ലല്ലോ? പേജ് നമ്പർ ഒന്നും കൂടെ പറയോ?
പേജ് നമ്പർ 55. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ? പേജ് നമ്പർ 55 65 അല്ല മോനെ, 55. 55. 55 solve the examples. Example 23, 24. Common factors and common multiples കണ്ടോ? അതിൽ example 23, find the common factors of 15, 45 and 100. ഇതിന്റെ എല്ലാം ഫാക്ടേഴ്സ് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതാം. ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ്? 15ഉം 45ഉം 100ന്റെയും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ആകെ 1ഉം 5ഉം മാത്രമേ ഉള്ളൂ. ഫാക്ടേഴ്സ് എല്ലാം എഴുതുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ, ഫൈൻഡ് ദ ഫസ്റ്റ് 2 കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 3, 4 and 8. 3ന്റെയും 4ന്റെയും 8ന്റെയും ഫസ്റ്റ് ആദ്യത്തെ 2 കോമൺ മൾട്ടിപ്പിൾ. 3ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാന്ന് എഴുതുക. 51 വരെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ 4ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാന്ന് എഴുതുക. പിന്നെ 8ന്റെ മൾട്ടിപ്പിൾസ് എഴുതാൻ പറ്റുന്ന അത്രയും. അതിൽ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 12 ഇല്ല, 15 ഇല്ല, 18 ഇല്ല, 21 ഇല്ല, 24 3ന്റെയും മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് 48. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കോമൺ മൾട്ടിപ്പിൾസ് വരുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഒരു നമ്പർ ആദ്യം കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എന്തായാലും അതിന്റെ ഡബിൾ എന്തായാലും അതിൽ കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരും. ഇപ്പൊ 12 ഇതിന് 2-നകത്തും 3-നകത്തും വരുന്നില്ല. 3ന്റെയും 4ന്റെയും മൾട്ടിപ്പിൾ ആയിട്ട് 12 വരുന്നുണ്ട് അല്ലേ? 3ന്റെയും 4ന്റെയും കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് 12 വരുന്നുണ്ട്. അപ്പൊ 24ഉം അതിന്റെ 2ന്റെയും കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ 3ലും വരുന്ന മൾട്ടിപ്പിൾ 24 ആയതുകൊണ്ട് അതിന്റെ ഡബിൾ ആയ 48ഉം ഈ 3ലും കോമൺ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ടറൈസേഷൻ. പേജ് നമ്പർ 56. പേജ് നമ്പർ 56-ല് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അത് നിങ്ങൾ 5th പഠിച്ചു. 5th-ലോ 4th പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. 4th-ലോ 5th-ലോ 5th ഉണ്ടെന്ന് തോന്നല്ലോ, ഇല്ലേ ഹരി? ഫാക്ടറൈസേഷൻ 4th-ലാ? യെസ്, ഏതോ ഒരു ക്ലാസ്സിൽ ഇപ്പൊ പഠിക്കാനുണ്ട്. ഫാക്ടറൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് ഫാക്ടറൈസേഷൻ? എന്താ ഫാക്ടറൈസേഷന്റെ മീനിങ് അറിയോ? അറിയില്ല. ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു നമ്പറിനെ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാം, അതാണ് ഫാക്ടേഴ്സ്. ആ നമ്പേഴ്സ് ആണ് ഫാക്ടേഴ്സ്. എന്താ ഫാക്ടറൈസേഷൻ എന്ന് വെച്ചാല്? The process of finding out the factors of a number. ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. Factorization of a number means expressing it as a product of its factors. ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു നമ്പറിനെ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു നമ്പറിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. Factorization of a number means expressing it as a product of its factors. ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ആ നമ്പറിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഫാക്ടറൈസേഷൻ മെത്തേഡില് നമുക്ക് ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ
അതിൽ പ്രൈം നമ്പേഴ്സും വരും കോമ്പോസിറ്റ് നമ്പേഴ്സും വരും അല്ലെ. ഫാക്ടേഴ്സ് എഴുതുമ്പോ പ്രൈം നമ്പേഴ്സും വരും കോമ്പോസിറ്റ് നമ്പേഴ്സും വരും. ആ കോമ്പോസിറ്റ് നമ്പേഴ്സിനെ നമുക്ക് പിന്നെ ഫാക്ടറൈസേഷൻ നടത്തിയിട്ട് പ്രൈം നമ്പേഴ്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ നമ്പറിനെയും ഏതൊരു നമ്പർ എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാല് ഫാക്ടറൈസേഷൻ മെത്തേഡില് പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഒരു നമ്പറിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഏത് നമ്പർ എടുത്താലും എത്ര വലിയ നമ്പർ എടുത്താലും ആ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ആ നമ്പറിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാല് 2, 3, 5, 7, 11, 13 ഇങ്ങനെയുള്ള നമ്പേഴ്സ്. അതായത് 1ഉം അതേ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. അപ്പോ ഒരു നമ്പറിനെ നമുക്ക് എത്ര വലിയ നമ്പറിനെ ആയാലും പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് ആ നമ്പറിനെ എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ ഒരു നമ്പറിനെ പ്രൈം നമ്പേഴ്സിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെത്തേഡിനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഫാക്ടറൈസേഷൻ എന്ന് വെച്ചാൽ ഒരു നമ്പറിനെ ഫാക്ടേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാല് ഫാക്ടേഴ്സ് നമ്മൾ പ്രൈം നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ that is called prime factorization. ശരിക്കും ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ ആ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഹെഡിങ് ഉള്ള അതേ പേജിൽ തന്നെ എക്സസൈസ് 3D കണ്ടോ, ഏറ്റവും മേലെ പേജ് നമ്പർ 56 എക്സസൈസ് 3Dയില് 1, 2, 3 ആ 3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് ദി ഫോളോയിങ്. തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. പിന്നെ സെക്കൻഡ് വൺ ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് ദി ഫോളോയിങ്. 3 നമ്പേഴ്സ് വീതം തന്നിട്ട് ആ 3 നമ്പേഴ്സിന്റെയും കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. തേർഡ് വൺ ഫൈൻഡ് ദ ഫസ്റ്റ് 3 കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് ദി ഫോളോയിങ്. തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് എഴുതാം, എന്നിട്ട് ആദ്യത്തെ 3 കോമൺ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആ 3 ക്വസ്റ്റ്യനും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഫാക്ടറൈസേഷൻ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഹോംവർക്ക് ചെയ്യാനോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ഒരു സ്പീഡിൽ പോയാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും തോന്നുന്നല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. ടഫ് ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ നമുക്ക് റിവിഷണൽ ടൈമിൽ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ചാപ്റ്റേഴ്സ് തീർത്തിട്ട് പോവാം കേട്ടോ. ഹോംവർക്ക് ഇതുപോലെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ ഹോംവർക്കും ചെയ്തിട്ട് ബാക്കി കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ മിസ് നോക്കി വെച്ചിട്ട് നമുക്ക് റിവിഷണൽ ടൈമിൽ ചെയ്തുതരാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ ഹോംവർക്ക് ചെയ്യാം. എല്ലാവരും അയച്ചു തരണേ. നല്ല മടിയുണ്ട് എല്ലാവർക്കും. ആതിര, ജസ്റ്റസ്, ജോയൽ, ഹരിനന്ദ്, ജീവ, ജുവാന, ശ്രീവിഷ്ണു, നിജാദ്, ഹലീമ, ഇത്രയും പേരുടെ ഹോംവർക്ക് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടാവണം. കഴിഞ്ഞ തവണ ഞാൻ വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് വിളിച്ചില്ല. എനിക്ക് മറന്നുപോയതല്ല, സമയമില്ലാഞ്ഞിട്ടായിരുന്നു. എപ്പോഴെങ്കിലും ആയിട്ട് ഞാൻ വിളിക്കും ഹോംവർക്ക് ചെയ്യാത്തവരെ. നല്ല മടിയുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാനും അയച്ചു തരാനൊക്കെ. ഓക്കെ, അപ്പൊ എല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ പറയുന്നത്, അയക്കുന്നവർക്ക് അറിയാലോ. എന്താ ഹരി? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ, നിന്റെ കാര്യം അറിയാം. പിന്നെ ഓക്കെ, അപ്പൊ എല്ലാവരും ഹോംവർക്ക് അയച്ചു തരാം കേട്ടോ. ചെയ്യണേ, കിട്ടുന്നില്ലെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ബൈ.